എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. സ്വകാര്യ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവം. കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി ജീവനക്കാർ സമരത്തിലേക്ക്. ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ ആരോപിച്ചു. ഇക്കഴിഞ്ഞ മാസം 19-ാം തീയതി തിങ്കളാഴ്ച രാത്രി 12 മണിക്കാണ് നമ്മുടെ കമ്പനി, ഞങ്ങൾക്ക് AGMs 7 AGMs ഉണ്ട് കമ്പനിക്ക്. ഈ AGMസിലെ 2 AGMs ആണ് നമ്മുടെ അടുത്ത് രാവിലെ ഓരോ ബ്രാഞ്ചിനും വിളിച്ചു പറഞ്ഞത് ഓഫീസ് ഇന്ന് തുറക്കാൻ വേണ്ടി പാടില്ല, സ്റ്റേ ഓർഡർ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡറോ കമ്പനിയിൽ നമുക്ക് ഫോർമാൻ എന്നുള്ള രീതിയിലേക്കുള്ള ആൾക്കാർ തന്നെ നമ്മളോട് വിളിച്ചു പറയുകയും അത് പ്രകാരം അവർ അന്നേക്കന്ന് തന്നെ രാത്രി ഓരോ ബ്രാഞ്ചുകളിലും ഉണ്ടായിരുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഈ 2 ശ്രീജിത്ത്, അനീഷ് എന്ന് പറയുന്ന 2 വ്യക്തികൾ കമ്പനിയിൽ നിന്നും നമ്മളെ ഒന്നടങ്കം ജീവനക്കാരെയും കസ്റ്റമറെയും ഒരുപോലെ പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിലസി നടക്കുമ്പോൾ പോലീസുകാർക്ക് ഇതുവരെയും ഇന്ന് ഞങ്ങൾ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് 7 ദിവസമായി. ഇന്നും ഈ 2 പേരെ പോലും പിടിക്കാൻ വേണ്ടി പോലും പോലീസ് മുന്നിലേക്ക് ഇറങ്ങുന്നില്ല. ഞങ്ങൾ ജീവനക്കാർ 1, 2, 3 ദിവസമായി ഫുള്ള് നമ്മൾ ഡയറക്ടറിൻ്റെയും MDയുടെയും വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസുകാർ വന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോ സ്റ്റാഫുകൾക്കോ വേണ്ട സപ്പോർട്ടല്ല ചെയ്തു തരുന്നത്. ഇതിനായി അവരുടെ കൂടെ നിന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ മുന്നിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ നിയമവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 14 ബ്രാഞ്ചുകളിലെ 172ഓളം ജീവനക്കാരാണ് നിലമ്പൂരിൽ സമരപ്രഖ്യാപനം നടത്തിയത്. സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ട് ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനവും പൂട്ടി ഉടമകളായ എടക്കര സ്വദേശികളായ സന്തോഷും മുബിഷറും മുങ്ങിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് 14 ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ഇവർ മുങ്ങിയത്. കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടെന്ന് രാത്രി വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബ്രാഞ്ച് മാനേജർ പറഞ്ഞു. സന്തോഷും മുബിഷറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്ത്, അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട്. ഇവരുടെ പേരിലാണ് ചിട്ടികളും കുറികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് ഇടപെട്ട് ഫോർമാൻമാരായ ഇവരെ മുന്നിൽ നിർത്തി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്നു പ്രവർത്തിപ്പിക്കണം. നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഇത് ആവശ്യമാണെന്നും ജീവനക്കാർ പറയുന്നു. അവരുടെ എമൗണ്ട് എങ്ങനെയും കയ്യിൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രയത്നത്തിലില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഈ ഒരുപാട് കസ്റ്റമർ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കുറികൾ, ഒരുപാട് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പ്രതിസന്ധി, അതായത് ഈ 2 പേരെ അറസ്റ്റ് ചെയ്ത് അവർ പറയുകയാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ ജീവനക്കാരും തയ്യാറാണ്. ഇന്നും ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ സ്ഥാപനത്തിനെ നിയമപരമായിട്ട് അത് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഓക്കെയാണ്. ശ്രീജിത്തും അനീഷുമാണ് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാനും ഉടമകളെ രക്ഷപ്പെടാനും സഹായിച്ചത്. ഫോർമാൻമാർ നിലമ്പൂരിലെ ബ്രാഞ്ച് പൂട്ടി സാധനങ്ങളുമായി കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ധനക്ഷേമ നിധിയിലേക്കും കാരാട്ട് കുറീസിലേക്കും ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡെപ്പോസിറ്റായി പണവും ചെക്കുകളും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവെച്ചിരുന്നു. ഇതും നഷ്ടമായിട്ടുണ്ട്. മുബഷിറിന്റെ ബന്ധുവും CPM നേതാവുമായ ചുങ്കത്ര സ്വദേശി പോലീസ് ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ സ്വാധീനം ചെലുത്തുന്നതായും ജീവനക്കാർ ആരോപിക്കുന്നു. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം 600-ലേറെ പരാതികൾ നൽകിയിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് പരാതികളിൽ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുമ്പോൾ എടക്കര പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. പണം കൈകാര്യം ചെയ്യുന്നതിന് ഉടമകൾക്ക് മാത്രമാണ് അവകാശമുണ്ടായിരുന്നതെന്നും ഇവർ പറയുന്നു. ഫോർമാൻ ചിട്ടി രജിസ്റ്റർ ചെയ്യുന്ന അന്ന് ഓഫീസിൽ നമ്മൾ ഓരോ ബ്രാഞ്ചുകളിലും വന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഖാന്തരം ചിട്ടികളുടെ സൈൻ ചെയ്തിട്ടാണ് നമുക്ക് ചിട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പേയ്മെൻറ്റ് ഏകദേശം 6 മാസം മുമ്പേ വരെ നമുക്ക് ഡിലേ ആയപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകളിൽ നിന്ന് വരുന്ന ചെക്കുകൾ ബ്രാഞ്ചുകളിൽ നമുക്ക് ചെക്ക് ബൗൺസ് ആകാൻ തുടങ്ങി. ഇതിൻ്റെ പേരിൽ
ചോദ്യം ചെയ്ത ബ്രാഞ്ച് മാനേജേഴ്സിനോട് ഇവർ നമ്മളെ അടുത്ത് പറഞ്ഞത് ഇവർക്ക് കുറച്ച് പേയ്മെൻറ്റ് ടൈറ്റ് ഉണ്ട്, അത് ഏകദേശം ഒരു 1-2 മാസം കൊണ്ട് ക്ലിയർ ചെയ്തു തരും. 15 ദിവസം എന്നുള്ളത് 30 ദിവസവും 35 ദിവസമായിട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് കസ്റ്റമറിനാണ്. കാരണം ഞങ്ങളെ കസ്റ്റമറിന് 15 ദിവസം എന്നുള്ളത് 35 ദിവസമായാലെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് എല്ലാ മാനേജേഴ്സും അതിൻ്റോട് യോജിച്ച് നിൽക്കുകയും വരുന്ന കസ്റ്റമേഴ്സിൻ്റെയോട് മാനേജേഴ്സ് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ഇപ്പോഴുള്ള കളക്ഷൻ കുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ ഞങ്ങളെ കൂടെ നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2 മാസം മുമ്പെയാണ് ചിട്ടി എല്ലാ എമൗണ്ടുകളും കൈകാര്യം ചെയ്തിരുന്നത് ഫിനാൻഷ്യൽ AGM സിദ്ദീഖാണ്. സിദ്ദീഖിനെ മുഖാന്തരാണ് ഓരോ ബ്രാഞ്ചിലുള്ള എമൗണ്ടുകളും ഇവർ ബ്രാഞ്ചിൽ നിന്ന് എടുക്കാൻ അത് ചോദ്യം ചെയ്യുന്ന ബ്രാഞ്ച് മാനേജേഴ്സിനെ ഇവർ ഓരോന്നായിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പലരും പറയും നമ്മുടെ അടുത്ത് നിങ്ങൾ അവിടെയുള്ള കളക്ഷൻ ചെയ്യുക, ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ചെയ്യുക, പേയ്മെൻറ്റുകൾ നമ്മൾ ചെയ്തു തരും. അങ്ങനെയാണ് കഴിഞ്ഞ 2 മാസം മുമ്പേ ഈ പറഞ്ഞ DGM-ഉം സിദ്ദീഖും ഒരു സുപ്രഭാതത്തിൽ പോയതായിട്ട് ഞങ്ങൾ അറിയുന്നത്. അത് നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ നമ്മളടുത്ത് പറഞ്ഞത് അവർ വേറെ ജോലി കിട്ടിപ്പോയി എന്നുള്ള രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കഴിഞ്ഞ 1 മാസമായിട്ടാണ് നമുക്ക് പല ബ്രാഞ്ചുകളിൽ ഇവർ തരുന്ന പേയ്മെൻ്റ് ഒക്കെ നമ്മളെടുത്ത് പറഞ്ഞു. കഴിഞ്ഞ മാസം 1-ാം തീയതി നമ്മളെ ഓൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയും കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു വലിയൊരു അസറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ നിങ്ങൾ സ്റ്റാഫുകൾ കൂടെ നിന്നുകൊണ്ട് ആ ഒരു എമൗണ്ട് വരുമ്പോൾ നമ്മൾ ഇത് ക്ലിയർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ ബ്രാഞ്ചുകളിലും കസ്റ്റമേഴ്സിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പുറത്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി തീരുമാനിച്ചത്. ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 1,80,00,000 രൂപ ഉടമകൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും. ഫോർമാൻമാർ മുന്നിൽ നിന്ന് ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ജീവനക്കാർ പറയുന്നു. ചെറിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും അത് പരിഹരിക്കാൻ കമ്പനിയുടെ ആസ്തി വിൽക്കാനുണ്ടെന്നും പെട്ടെന്ന് പരിഹരിക്കാമെന്ന പ്രശ്നമേ ഉള്ളൂവെന്നും ഉടമകൾ പറഞ്ഞിരുന്നു. എന്നാൽ ജീവനക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെയാണ് വഞ്ചിച്ചിട്ടുള്ളത്. മോസിൻ, ഹസീന, സുജ, അമ്പിളി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു. കമ്പനിയുടെ DGM അജിത 2 മാസം മുൻപ് ലീവെടുത്ത് പോയിരുന്നു. അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ ആരോപിച്ചു. അതേസമയം നിലമ്പൂർ CIയുടെ നേതൃത്വത്തിൽ കാരാട്ട് കുറീസിൽ പരിശോധന നടത്തി. മലപ്പുറം സൈബർ വിംഗ് എന്നിവരുടെ സഹായത്തോടെയാണ് ധനക്ഷേമനിധിയുടെ നിലമ്പൂർ ബൈപ്പാസ് റോഡിലെ ബ്രാഞ്ച് ഓഫീസ് തുറന്ന് രേഖകൾ പരിശോധിച്ചത്. വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.